ഗുഡ് മോർണിംഗ് ബിയോസ്. ഇന്ന് മാർക്കറ്റിൽ രാവിലെ തന്നെ ഒരു ബ്ലഡ് ബാത്ത് ആയിരുന്നു കണ്ടത്. അത് ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. ഇന്നിപ്പം നിഫ്റ്റി 23,800 ലെവല് ബ്രേക്ക് ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചൊരു കറക്ഷൻ മാർക്കറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഒരു കാരണം ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന്, ഇന്ത്യ പാകിസ്ഥാനുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്. രണ്ടാമത്തെ കാര്യം, ഓവർ വാല്യൂഷൻ ദ മാർക്കറ്റ്. മൂന്നാമത്തെ കാര്യം, കമ്പനീസിൻ്റെ റിസൾട്ട്സ് ആർ നോട്ട് എൻകറേജിങ്. ഇപ്പം ഇന്ന് വന്ന റിസൾട്ടൊക്കെ യൂണിലിവറിൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെയും SBI കാർഡിൻ്റെയും CNT പോലത്തെ കമ്പനികളുടെ റിസൾട്ടൊക്കെ വലിയൊരു എൻകറേജിങ് ആയിരുന്നില്ല മാർക്കറ്റിൽ. അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഒന്നാമത് ഇന്ന് ഫ്രൈഡേ ആണ്. സോ 2 days ഹൈ റിസ്ക് മാർക്കറ്റിൽ ട്രേഡേഴ്സ് പൊസിഷൻ എക്സിറ്റ് ചെയ്യും ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ, ഈ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടാകുന്ന സമയത്ത് ഈ എങ്ങനെയാണ് മാർക്കറ്റിൽ, പക്ഷേ എനിക്ക് തോന്നുന്നൊരു വാറിൻ്റെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ, ഇഫ് യു ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി, ഇന്ത്യയിലെ ഈ ടെറർ അറ്റാക്ക്, പണ്ട് ബോംബെയിൽ നടന്ന 2 ടെറർ അറ്റാക്ക്, ബോട്ടിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ ബോംബെയിൽ കുറേ താജ്മഹൽ ഹോട്ടലൊക്കെ അറ്റാക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനിൽ അറ്റാക്ക് ചെയ്യായിരുന്നു. ആ സമയത്തൊന്നും ഇന്ത്യ ഒരു വലിയൊരു വാർ ടൈപ്പ് റിട്ടാലിയേഷൻ ചെയ്ത് കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഇന്നിപ്പം ഈ ഇന്ത്യനെ പോലുള്ള വെരി മൈറ്റി കൺട്രി വിത്ത് ലാർജ് ആർമി, അങ്ങനെയുള്ള രാജ്യത്ത് ഒരു 5-8 വേറെ രാജ്യത്തെ ആൾക്കാർ വന്നിട്ട് ഇവിടെ 10-30 ആളെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് സംതിങ് ഇന്ത്യേൻ്റെ ഒരു കംപ്ലീറ്റ് ഇൻ്റലിജൻസ് ഫെയിലറായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾക്ക് ഇത്ര വലിയ മിലിറ്ററി കാശ്മീരിലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അവർക്ക് ഈ ഇൻ്റലിജൻസ് വളരെ ഗ്യാദർ ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റ്സ്, ഇങ്ങനെയുള്ള അറ്റാക്സ് ഉണ്ടാവില്ലല്ലോ. കാരണം ഇപ്പോൾ അമേരിക്കയിൽ തന്നെ 9/11 കഴിഞ്ഞ സമയത്ത് അതിനുശേഷം ഒരാൾക്കും അമേരിക്കയിൽ എൻട്രി ചെയ്യാനോ അങ്ങനെയുള്ളൊരു അറ്റാക്ക് ചെയ്യാനോ സാധിച്ചിരുന്നില്ല. അതുപോലെ ബ്രിട്ടനിലും അതുപോലെ തന്നെ സിറ്റുവേഷൻ. ഇന്നിപ്പോൾ അഡാനീൻ്റെ സ്റ്റോക്സൊക്കെ നിങ്ങൾ വാച്ച് ചെയ്ത് മനസ്സിലാവും. അഡാനി പോർട്ടൊക്കെ ഇന്ന് വളരെ ടാങ്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു വെച്ചാൽ, അഡാനീൻ്റെ ഈ പോർട്ടും ഇതൊക്കെ ഈ പാകിസ്ഥാൻ ഈ കറാച്ചി പോർട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഈ അഡാനീൻ്റെ പോർട്ടൊക്കെ ഉള്ളത്. അതുപോലെ ONGCൻ്റെ റിഗ്സ് ബോംബെ ഹൈയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ്റെ നാവൽ ഫോഴ്സ് വളരെ ആക്റ്റീവ്, അല്ലെങ്കിൽ അവരെ സ്ട്രൈക്സൊക്കെ വളരെ കാറ്റാസ്ട്രോഫിക് ഇഫക്റ്റ് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാക്കും. എസ്പെഷ്യലി ബോത്ത് കൺട്രീസ് ആർ ഡെവലപ്പിംഗ് കൺട്രീസ്. പിന്നെ ഇവർ വെള്ളം സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. കാരണം ഈ നദീജലം സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇല്ലാണ്ട് ഇത് എവിടെയാണ് വെള്ളം സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലഡായി പോലും ഇന്ത്യയിൽ തന്നെ. സോ അതൊന്നും അത്ര ഈസി ആയിട്ട് സാധിക്കുന്നതല്ല. ഓവർനൈറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടാക്കി വെള്ളം മുല്ലപ്പെരിയാർ പോലെ ഞങ്ങൾ തമിഴ്നാട് വെള്ളം കൊടുക്കില്ല എന്നെല്ലാം കേരളം പണ്ട് പറഞ്ഞ പോലെ